എന്റെ പൊന്നു വിഷ്ണു, സംരംഭം മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന സംരംഭകനാ. അതില്ല അല്ലേ? അതില്ല അതില്ല അതില്ല. കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന സംരംഭകൻ. നിയമപരമായിട്ടാണ് രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അവിടെ അങ്ങനെ അങ്ങനെ അവിടെ ഞാൻ പറഞ്ഞ മനസ്സിലാക്ക്. ഇല്ലോജിക്കലായി സംസാരിക്കല്ലേ. അല്ലല്ല, സംരംഭകനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്നത്. എടാ കച്ചവടം ഞാൻ ലോജിക്കലി ഇപ്പൊ നാട്ടിൽ കള്ളക്കടത്ത് നടത്താതെ ജീവിക്കാൻ വയ്യല്ലോ ഗുരുവായൂരപ്പൻ. അത് തന്നെ ഞാൻ പറയുന്നത്. അതിപ്പോ കരവന നടത്തുന്ന മറ്റേ സിനിമ കള്ളക്കടത്തുകാർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതായിരിക്കും ആൻഡോ പറയുന്നത്. ഏതാ റിപ്പോർട്ടറിന്റെ കാര്യം? രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസിന്റെ ഭാഗമായിട്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ല. അപ്പം പിന്നെ ചാനൽ നടത്താൻ പറ്റുമോ? അത് പൂർണ്ണമായിട്ടില്ല അന്വേഷണം. ഇതിനകത്ത് ഞാൻ വേറൊരു രസം പറയാം കേട്ടോ. ഞാൻ 2020 ചേരാൻ പോകുന്നു. അപ്പം ഈ റിപ്പോർട്ടർ ചാനലിന്റെ ലോ ഡിപ്പാർട്ട്മെന്റിലെ ഉള്ള ഒരു അഡ്വക്കേറ്റ്, എൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. ഇദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചു. അഖിൽജി വളരെ ശ്രദ്ധിക്കണം, ഏത് നിമിഷവും സാബു ജേക്കബിനെ ഞങ്ങൾ പൂട്ടും. അതിനുള്ള കംപ്ലീറ്റ് ഡേറ്റയും റിപ്പോർട്ടറിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഈ തീരുമാനം വളരെ ശ്രദ്ധിച്ചെടുക്കണം. കാര്യം സാബു ജേക്കബിനെ പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2020 പ്രശ്നമാവുന്നു, അഖിൽമാരാർക്കും അതുകൊണ്ട് പ്രശ്നമാവട്ടെ. ഒരു സ്നേഹം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ തിരിച്ചൊരു മെസ്സേജ് അയച്ചു, താമസിയാതെ റിപ്പോർട്ടർ പൂട്ടു, നിങ്ങൾ വേറെ വല്ല കാര്യം നോക്കി പോക്കോ. പൂട്ടുന്ന പ്രശ്നം പറ്റത്തില്ല. അയ്യോ നീ അത് വലിയ ഇത് മറ്റേതുപോലെ നിസ്സാരമായിട്ട് കാണണ്ട. സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത്, സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ട് ഉള്ള ഒരു പ്രശ്നം. ഒന്നാമത്തെ കാര്യം, ഇത് ആൻഡോയുടെ പേരിൽ ലൈസൻസ് ഇല്ല. ഇത് നികേഷ് കുമാറിന്റെ പേരിലാണ് ഈ ലൈസൻസ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വൈഫിന്റെയും കൂടെ പേരിലാണ്. അദ്ദേഹത്തിന്റെ വൈഫ് എനിക്ക് തോന്നുന്നു ഇവർക്കെതിരെ നേരത്തെ കേസോ മറ്റോ എന്തോ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി റിപ്പോർട്ടർ ചാനലിനകത്തെന്നല്ല, രാജ്യത്തെ ഏത് സിസ്റ്റം, ഇപ്പൊ മീഡിയ വണ്ണിനെതിരെ ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നില്ലായിരുന്നോ? അതിനെക്കാട്ടിയൊക്കെ 10 ഇരട്ടി ഗുരുതരമാണ്. മീഡിയ വൺ ഒരു പർട്ടിക്കുലർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് പോയൊരു പ്രശ്നമാണ്. ഇത് വേറെ വിഷയമാണ്. ഇത് പ്രവർത്തിക്കാനുള്ള ലൈസൻസും കാര്യങ്ങളും ഇത്രയും കാലവും ഇതൊന്നും ആരും ശ്രദ്ധിക്കാഞ്ഞോണ്ടാ. സാബു ജേക്കബ് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ പിന്നാലെ പോയി അതിനെതിരെ കേസ് കൊടുത്തു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ മാധ്യമ സംസ്കാരത്തെ ഇല്ലാതാക്കിയ ഒരു ചാനലായിരുന്നില്ലേ ഒരു സമയത്ത് റിപ്പോർട്ടർ ചാനൽ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. വാർത്ത അവതരിപ്പിക്കുന്നത് ഒരു സർക്കസ് കാർണിവൽ പോലെ ആയിട്ട് പല ആൾക്കാരും ഈ ബിഗ് ബോസിനെ കുറ്റം പറയാറില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിൽ പോയെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറില്ലേ? എന്താണ് റിപ്പോർട്ടറിൽ നടക്കുന്നത്? 4 പേരിരുന്ന് 4 അഭിപ്രായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന കാണാൻ പ്രേക്ഷകർ കൂടി. ഇതല്ലേ ബിഗ് ബോസ്? ബിഗ് ബോസിലെ 18 പേർ 18 അഭിപ്രായങ്ങൾ പറയുമെന്നും അതിന്റെ പേരിൽ ഇവർ കിടന്ന് അടിയുണ്ടാക്കുമെന്നും വിവിധങ്ങളായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ ജനങ്ങൾ ശരികൾ കണ്ടെത്തണം. ഇതാണല്ലോ ബിഗ് ബോസിന്റെ രീതി. ആലോചിച്ച് നോക്കൂ. മാറുന്ന കാലത്താണ് ന്യൂ ഏജ് ജേർണലിസത്തിനോട് നമ്മൾ തുടങ്ങണം. മാധ്യമ പ്രവർത്തകൻ എന്തിനാണ് രാഷ്ട്രീയം പറയുന്നത്? അവൻ സത്യം പറഞ്ഞാൽ പോരെ? ഇപ്പൊ ഈ കഴിഞ്ഞ 8 വർഷം ഞാനൊരു സ്വതന്ത്ര വ്യക്തി, ഒരു സ്വതന്ത്ര ഈ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആളാണ് ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരൻ. അവന് മാത്രമേ എല്ലാം തുറന്നു പറയാൻ പറ്റൂ. സർക്കാർ ഉദ്യോഗസ്ഥന് പറയാൻ പറ്റത്തില്ല, ഭരണാധികാരികൾക്ക് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പറയാൻ പറ്റത്തില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാം. ഇനി എനിക്കത് പറ്റത്തില്ല. കാര്യം ഞാനിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. അപ്പം നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്ന ഒരു സ്വതന്ത്ര ഇന്ത്യൻ പൗരന്റെ സ്വാതന്ത്ര്യമായിരുന്നു അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്നുള്ളത്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ചില അഭിപ്രായങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു, ചില അഭിപ്രായങ്ങൾ BJPക്ക് അനുകൂലമായിരുന്നു. ഓരോരുത്തരും അവർക്ക് വേണ്ടത് സ്വീകരിച്ചു, അല്ലാത്തപ്പോൾ തള്ളിക്കളഞ്ഞു. ഞാൻ രാഷ്ട്രീയം സ്വീകരിച്ച സമയത്ത്, രാഷ്ട്രീയം മാറി എന്ന് പറയുന്നത് ശരിയല്ല, ഞാൻ രാഷ്ട്രീയം സ്വീകരിക്കുന്ന സമയത്ത് അതേ സ്വതന്ത്ര കാഴ്ചപ്പാട് പിന്തുടരുന്ന, ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ഞാൻ ചേരുന്നത്. പക്ഷേ എന്താണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കാഴ്ചപ്പാടെന്നോ എന്താണ് ഒരു മുന്നണി രാഷ്ട്രീയമെന്നോ മനസ്സിലാക്കാത്ത നമ്മുടെ പുതിയ തലമുറ വെറുതെ നമുക്കെതിരെ വീഡിയോസ് ഇട്ട് ആഘോഷിക്കുന്നു. ബിഗ് ബോസ് 2-3 ദിവസം നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വെച്ച് മനസ്സിലാക്കാലോ അഖിൽമാരാ. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്ത് ബിഗ് ബോസ് ഗുണം ചെയ്യില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഞാൻ പറയുന്നു, ഒരു സെലിബ്രിറ്റി വാല്യൂം ഗുണം ചെയ്യില്ല. പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചെല്ലാൻ വേണ്ടിയിട്ടും ജനങ്ങൾക്ക് തിരിച്ചറിയാനും ഈ പോപ്പുലാരിറ്റി നമുക്ക് ഗുണം ചെയ്യും. പിന്നെ ഞാൻ വളരെ കാഷ്വലി പറഞ്ഞൊരു കാര്യമാണ്, 100 ദിവസം ഈ ബിഗ് ബോസിൽ ജനത എന്നെ കണ്ടതാണ്. അവർക്ക് എൻ്റെ നല്ല സ്വഭാവങ്ങൾ അറിയാം, എൻ്റെ മോശ സ്വഭാവങ്ങൾ അറിയാം. എല്ലാം കണ്ട ജനതയ്ക്ക് വളരെ എളുപ്പമാണ് നമുക്കൊരു വോട്ട് കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കാൻ. അത് ഞാൻ ചോദിക്കുന്നത്, ഒരു റിയാലിറ്റി ഷോയിലെ പെർഫോമൻസ് ഒക്കെ വോട്ടായി കൺവേർട്ട് ആവും? പെർഫോമൻസ് അല്ലല്ലോ അത്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ജനപ്രതിനിധി നമ്മളിപ്പം പറയാറില്ലേ, ഇവൻ നമ്മളെ നാട്ടിലുള്ള പയ്യനാ, അവനെ ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുക്കനാ, അവന് ഞാനൊരു വോട്ട് കൊടുക്കും എന്ന് പറയുന്ന കണക്ക് 100 ദിവസം 24 മണിക്കൂർ നമ്മളെ കണ്ട ഒരാൾക്ക് നമ്മുടെ ഗുണവും ദോഷവും ഒക്കെ അറിയാം. ഫേവറിസം അല്ലടാ. അപ്പൊ അതായത് നമ്മുടെ വീട്ടിൽ അയൽപ്പക്കത്തുള്ള ഒരു പയ്യനെ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലോ അവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതേ കണക്ക് ഇവ സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ കഥാപാത്രമായിട്ടല്ലേ പെർഫോം ചെയ്യുന്നത്. ഇത് ഞാനവിടെ അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയായിട്ടല്ലേ അവിടെ നിൽക്കുന്നത്. ആ വ്യക്തിയുടെ നല്ലതും മോശവും എല്ലാം കണ്ട ജനതയല്ലേ ഇവിടെ ഉള്ളത്. അതായത് എന്താണ് ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഗുണം?
ഉം. ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട കുറച്ച് ഗുണങ്ങൾ വിഷ്ണു പറഞ്ഞു. നേതൃത്വ പാഠവും വേണം. ആ നേതൃത്വ പാഠം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. 2 പിന്നെ ആശയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ആ. അതിൽ നിന്ന് വ്യതിചലിക്കാതെ പ്രവർത്തിക്കാനുള്ള ബോധ്യമുണ്ടാവണം. അത് അത്യാവശ്യം മനോഹരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രശ്നങ്ങളെ ചെയ്യാൻ. ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ അതിവേഗം ബഹുദൂരം അതിനെ പിന്നെ മുന്നോട്ട് അല്ല, കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരി ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ജനത്തിന്റെ മനസ്സ് മനസ്സിലാക്കുക, ഒപ്പം നിന്ന് ഒരു ആവശ്യം തിരിച്ചറിയുക എന്നുള്ളതും ഉം. അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളുമാണ്. ഇപ്പം നിങ്ങൾ വിഷ്ണു ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉം. പക്ഷേ ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡ്, അതായത് എനിക്കെതിരെ പുറത്ത് അതിഭീകരമായ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. ഉം. എന്നെ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്താക്കുമെന്ന് ഉം. പറയുന്നു. ഉം. ഇത് എനിക്ക് ഏറെക്കുറെ അറിയാമല്ലോ. കയറി പോകുന്നതിന് മുമ്പേ നമുക്ക് ഭയങ്കര ഹേറ്റ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് നല്ല ഒരു 20 ദിവസം നിന്നിട്ടുള്ള ശമ്പളം പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്ന ആളാണ് ഞാൻ. ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ദിവസം എൻ്റെ കഴുത്തിലാണ് റെനീഷ മാല കൊണ്ടിടുന്നത്, പുറത്ത് ഒരു ഗുണ്ട് കൊണ്ടിടുന്നത്, ഈ ഗ്രനേഡ് പുറത്താക്കാൻ. അപ്പം നാദറയും ഞാനും തമ്മിലുള്ള ഫസ്റ്റ് ടാസ്ക്, എനിക്ക് വേണമെങ്കിൽ ഞാൻ ജയിച്ച് നാദറെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. ഉം. നാദറ എൻ്റെ ഒപ്പം നിന്നപ്പോൾ ഞാൻ നാദറയോട് പറഞ്ഞത്, നമ്മളൊരു ടീമാണ്, പരസ്പരം നമ്മളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നത്. ഉം. നമ്മൾ തമ്മിലടിച്ച് ഇല്ലാതാകുകയും ഈ ഗെയിം അവസാനിച്ച്, അതായത് ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല. ഈ മതിലൊരിക്കലും പൂർത്തീകരിക്കപ്പെടാൻ പാടില്ല. അതിന് പരസ്പരം തമ്മിലടിക്കണം. ബാക്കി എല്ലാവരും പരസ്പരം തമ്മിലടിച്ചു. തമ്മിലടിക്കാത്ത ഒരേ ഒരു ടീം അഖിൽമാരാരുടെയും നാദറയുടെയും ടീമായിരുന്നു. അതിൻ്റെ കാരണം തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറായതുകൊണ്ട്. ഉം. ഞാൻ തോറ്റു കൊടുക്കാൻ ഞാൻ പറഞ്ഞു, നാദറ ഞാൻ തോറ്റു തരാം, പക്ഷേ നമ്മൾ തമ്മിലടിക്കാൻ പാടില്ല, നമ്മളെ ടീം ജയിക്കണം. ഉം. അപ്പോൾ ആ തീരുമാനം ഞാൻ എടുത്തപ്പോൾ എൻ്റെ ടീം ജയിച്ചു. ഉം. അപ്പോൾ ഈശ്വരൻ എന്ത് തന്നു? എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം തന്നു. കാര്യം നന്മ അവിടെ ജനം തിരിച്ചറിഞ്ഞു. നമ്മൾ ക്യാപ്റ്റൻസി മത്സരിച്ചു, അവിടെ പെർഫോം ചെയ്ത് വിജയിച്ചു. ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു ഗെയിം മെട്രിക്സ് അറിയാവുന്ന മെട്രിക്സ് അല്ല, അത് മൈൻഡ് സെറ്റ് ആണ്. മൈൻഡ് സെറ്റ് ഒപ്പമുള്ള ഒരാളുടെ അടുത്ത് തോറ്റു കൊടുക്കാൻ ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് ശാഗ്രബുദ്ധിയല്ല. ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല. അതെന്റെ സ്വഭാവമാണ്. അവിടെ നാദറ ജയിച്ചോട്ടെ എന്ന് കരുതുന്നത് എന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഇനി 2, പക്ഷെ അഖിൽ ഇനി ഓരോന്നും ഇറങ്ങാൻ പോകുന്ന ഒരാളെ ആക്ഷിപ്പിച്ച് ഞാൻ ബിഗ് ബോസിൽ സംസാരിക്കുന്നത്. ഞാൻ അത് വിടുന്നു. ഇനി പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി നേരിടേണ്ടി വരുന്നത് ഇപ്പോ മഴ പെയ്യുന്നു, ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് പെട്ടെന്ന് ഒരുപാട് നെൽകർഷകർ പ്രശ്നത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടി. അവർക്ക് ഇനി എന്താണ് അടുത്ത സഹായം സാമ്പത്തികപരമായി, അല്ലെങ്കിൽ ഈ നെല്ലിനെ എങ്ങനെ സംഭരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അഖിലിന്റെ അടുത്തേക്ക് വരിക. അവിടെ ഈ ബിഗ് ബോസും ബോംബും കളിയും ടാസ്കും ഒന്നും ഇല്ലല്ലോ. കൃഷി ചെയ്തിട്ടുണ്ട്. അത് വിടും. ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിക്കുക ഏതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ഞാൻ കർഷക ഭവനിൽ ഒരു അല്ല ഞാൻ പറയുന്നത്, അപ്പൊ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതിന്, അല്ലെങ്കിൽ നാളെ കുടിവെള്ള പ്രശ്നം വരും, ട്രാഫിക് ബ്ലോക്ക് വരും, ചിലപ്പോ ഒരു കൊലപാതക പരമ്പര വരും, അവിടെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടാം. ഒരു വിഷയം ചോദിക്കും. കൃഷിയുടെ കാര്യം ചോദിച്ചില്ലേ? ഞാൻ സ്വന്തമായി കൃഷി ചെയ്ത, അത് കരിങ്കോഴി കൃഷി ആയിക്കോട്ടെ, ഏത്തവാഴ കൃഷി ആയിക്കോട്ടെ, വെണ്ട ആയിക്കോട്ടെ, എന്ന് വേണ്ട നെൽകൃഷി ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ നെൽകൃഷി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. നെൽകൃഷി ഒഴിച്ച് ഒരുവിധപ്പെട്ട ചീനി ഉൾപ്പെടുത്ത എല്ലാ കൃഷികളും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു കർഷകനുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടും എനിക്കറിയാം. ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കൊലയും എടുത്തിട്ടൊരു കടയെ കൊണ്ട് ചെന്നിട്ട്, കടയിൽ നമ്മൾ ഈ കൊല വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കടക്കാരൻ ഇത് വേണ്ട, ഇതുവരെ കെട്ടിത്തൂക്കിയിട്ട കൊലകൾ, അവിടെ പഴുത്ത് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന കൊലകൾ ചൂണ്ടിക്കാണിച്ചുണ്ടെങ്കിലേ ഇത് നമുക്ക് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല, കാര്യം വിറ്റ് പോകുന്നില്ല എന്ന് പറയുമ്പോൾ, കൃഷിഭവനിൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് വിപണിയിൽ നമ്മൾ കൊടുത്ത് ഇത് വെളുപ്പിനെ അവിടെ നിന്ന് വിറ്റ് പറയുന്ന വിലയ്ക്ക് ഇത് വിറ്റ് കൊടുക്കുമ്പോൾ, ഒരു വാഴയുടെ കന്ന് 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇത് 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ആദ്യത്തെ വളവും നമ്മൾ ചെയ്തു തുടങ്ങി. ഇത് ആദ്യത്തെ മുള പൊട്ടി കഴിയുമ്പോൾ തൊട്ട് വളവും ചെയ്തു തുടങ്ങി. മക്കളെ നോക്കുന്ന കണക്ക് വാഴ നോക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഫുൾ ടൈം ഞാൻ ഈ വാഴയുടെ പോയി നിന്നിട്ട് ഒരു കുഞ്ഞില കരിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്ത് കളയും. അങ്ങനെ നമ്മൾ ഒരു 9 മാസം കൊണ്ട് ഒരു ഏത്തക്കൊല നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് മാക്സിമം പോയ 9 കിലോ 10 കിലോ ഏത്തക്കൊല കിട്ടും. ഈ 10 കിലോ ഏത്തക്കൊല ആ വാഴ അതേ കണക്ക് നോക്കി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ചിലവായിട്ട് വരുന്നൊരു തുകയുണ്ട്. നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന തുകയുണ്ട്. പക്ഷേ ഈ കർഷകന് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കൃത്യസമയത്ത് വിറ്റുപോയാൽ കച്ചവടക്കാരനാണ്.